LSD എന്ന് പറഞ്ഞാൽ ലൈസർജിക് ആസിഡ് ഡൈഇഥൈലമൈഡ് ആണ്. ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം എ ക്ലാവിസെപ്സ് പെർപ്യൂറ എന്ന് പറഞ്ഞ ഫംഗസിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ 5-ഹൈഡ്രോക്സി ട്രിപ്റ്റാമിൻ റിസപ്റ്റർ അഗോണിസ്റ്റ് ആണ്. സെറട്ടോണിൻ സിമിലർ ടു സ്ട്രക്ചർ സെറട്ടോണിൻ ആണ്. ഇതിൻ്റെ ആക്ഷൻ ആണെങ്കിൽ 12 to 18 hours പെർസിസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഹാഫ് ലൈഫ് 3 hours ആണ്. 13 to 16 minutes ഇതിൻ്റെ ആക്ഷൻ തുടങ്ങും കഴിച്ചു കഴിഞ്ഞിട്ട്. ഇനി സിംറ്റംസ് ക്രോണിക്കായിട്ട് ഡിപ്രഷന്, സൈക്കോളജിക്കൽ സിംറ്റംസ് ഉണ്ട്, യൂഫോറിയ, ഡിസ്ഫോണിയ. വേറെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഹൈപ്പർ തെർമിയ, ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റ്, ഇൻക്രീസ്ഡ് BP, ഹൈപ്പർ ടെൻഷൻ, ഫ്ലാഷ് ബാക്ക് ഫിനോമിനൻ എന്ന് പറഞ്ഞാൽ ഡ്രഗ് എടുത്തില്ലെങ്കിലും ഇവരുടെ മൈൻഡിൽ ഫ്ലാഷ് ബാക്ക് ഫിനോമിനൻസ് ഉണ്ടാവും. ആബ്സെൻസ് ഓഫ് റീലൈവ്സ് ദ എക്സ്പീരിയൻസസ്. അതുപോലെ തന്നെ സ്വെറ്റിങ്, അതുപോലെ തന്നെ വോൾസിലൊക്കെ ഇങ്ങനെ പിക്ചർ കാണും. അതിനെയാണ് പാരഡോലിയാസ്. അതുപോലെ തന്നെ എയർ ഇങ്ങനെ വിഷ്വലൈസേഷൻ ചെയ്യും. വിഷ്വലൈസേഷൻ ഓഫ് എയർ ഈസ് എയറോപ്സിയ. ഇൻവെസ്റ്റിഗേഷൻ റെഡി ഇമ്മ്യൂണാസ്, HPLC, HPTLC, ഗ്യാസ് ക്രോമാറ്റോഗ്രഫി, മാസ് സ്പെക്ട്രോമെട്രി ഒക്കെയാണ്. പിന്നെ ഡ്രഗ് ഡീകണ്ടാമിനേഷൻ ചെയ്യരുത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ കഫീനും ആൽക്കഹോളും കനാബിസും ഒന്നും എടുക്കരുത്. അത് പിന്നെയും പ്രശ്നമുണ്ടാക്കും. മിഡാസോളാം നമ്മൾ ഈ ആങ്സൈറ്റിക്ക് ഇരിക്കുന്ന പേഷ്യൻസ് നമുക്ക് ഡയസപ്പാം, ഹൈലോപെറിഡോൾ, കുട്ടികൾക്ക് മിഡാസോളാം കൊടുക്കാം. അതുപോലെ തന്നെ ക്വയറ്റ് എൻവയോൺമെൻറ്റ് കൊടുക്കണം കുഞ്ഞിന്. ഇത്രയൊക്കെയാണ് LSDനെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു.